എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് ഇങ്ങനെ പറയാൻ എനിക്ക് തോന്നിയ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, കുട്ടികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് കുട്ടികൾ നമ്മൾ പറഞ്ഞതൊക്കെ കേൾക്കാതിരിക്കുന്നു. അനുസരണ ഇല്ലാതെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അവരോട്, നിങ്ങൾ ഇതെന്താ പറഞ്ഞനുസരിക്കാത്തത്, നിങ്ങളെ 10 മാസം, അത് സ്ഥിരം അമ്മമാരുടെ ഡയലോഗാണ്. പിന്നെ നിങ്ങളെ 10 മാസം ചുമന്ന് പ്രസവിച്ചതല്ലേ, ഞാൻ നൊന്ത് പ്രസവിച്ചതല്ലേ, പിന്നെ എത്ര കഷ്ടപ്പെട്ടിട്ട് എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ആ സ്ഥിരം ഡയലോഗ്സ് പറയുമ്പോൾ, അതുപോലെ അച്ഛന്മാരുടെയൊക്കെ ഡയലോഗാണ്, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇത്രയും കിലോമീറ്റർ നടന്നായിരുന്നു സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്, അന്ന് ഇന്നത്തെ പോലത്തെ സൗകര്യങ്ങളൊന്നുമില്ല, ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട്, പിന്നെ വണ്ടിയൊന്നും ഇല്ലായിരുന്നു, ഇന്ന് നിങ്ങൾക്കൊക്കെ എന്തൊരു സൗകര്യമാണ്, വീടിൻ്റെ മുറ്റത്ത് വണ്ടി വരും, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണോ, ഞങ്ങളൊക്കെ 10 കിലോമീറ്റർ നടന്നിട്ടാണ് 12 കിലോമീറ്റർ നടന്നിട്ടാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്, പിന്നെ ഞങ്ങൾ ഒരുപാട് വീട്ടുജോലികളൊക്കെ ചെയ്തിട്ടാണ് എല്ലാ പഠിപ്പൊക്കെ ചെയ്തിരുന്നതൊക്കെ സ്ഥിരം ഡയലോഗ്സാണ് പാരൻസിൻ്റെ. അപ്പോൾ ആ ഡയലോഗൊക്കെ പറയുന്ന സമയത്ത് അന്നത്തെ കാലത്തെ കുട്ടികളൊക്കെ അത് കേട്ടിരിക്കും. മനസ്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവായിരിക്കും, ചിലപ്പം ഇതെന്തൊരു ശല്യമാണ്, അച്ഛനും അമ്മയും എപ്പോഴും ഇതന്നെ പറയാനുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവായിരിക്കും. പക്ഷേ അവരൊന്നും അങ്ങനെ തിരിച്ചു പറയില്ല അന്ന്. പക്ഷെ ഇന്നത്തെ കാലത്തെ കുട്ടികൾ തിരിച്ചു ചോദിക്കും, ഞങ്ങളോട് ആര് പറഞ്ഞു, കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ആര് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞിട്ടാണോ ഞങ്ങളുണ്ടായത്? അത് പറയുമ്പോൾ നമുക്ക് തോന്നും അഹങ്കാരം പറയുകയാണെന്ന് അവരെന്തെങ്ങനെ അഹങ്കാരം പറയുന്നതെന്ന് തോന്നുമെങ്കിലും, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണല്ലോ പ്രസവിക്കുന്നതും, കഷ്ടപ്പെട്ടിട്ടാണ് മക്കളെ പോറ്റി വളർത്തുന്നതും വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. പക്ഷേ കുട്ടികൾ ചോദിക്കുന്ന ആ ചോദ്യം ശരി തന്നെയല്ലേ എന്നാണ് ഒരു ചോദ്യം. ഞാനത് ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നി, ശരിയാണ്, ശരിക്കും അവർ പറയുന്നത് സത്യം തന്നെയാണ്, സത്യം തന്നെ അല്ലേ. അവർ പറഞ്ഞിരുന്നോ ഞങ്ങൾക്ക് ജനിക്കണം എന്നുള്ളത്? അവർ പറഞ്ഞോ ഞങ്ങളെ പ്രസവിക്കണം എന്ന് പറഞ്ഞോ? ഈ സമയമാകുമ്പോൾ ഞങ്ങളെ അങ്ങനെ അവരൊന്നും ആവശ്യപ്പെട്ടിട്ടല്ലോ ഈ മക്കൾ ഉണ്ടാവുന്നത്. കുട്ടികൾ വേണമെന്നുള്ളത് നമ്മളുടെ ആഗ്രഹമാണ്. നമ്മളുടെ ആഗ്രഹത്തിന് നമ്മൾ മക്കളുണ്ടാവുന്നു, പ്രസവിക്കുന്നു, പോറ്റുന്നു, വളർത്തുന്നു. ആ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുന്നതാണ്. അതിൽ അവർക്ക് യാതൊരു പങ്കുമില്ല. പിന്നെ വലുതായതിനു ശേഷം നമ്മൾ അവരോട് കണക്ക് പറയുകയാണ്, ഞങ്ങൾ 10 മാസം ആര് പറഞ്ഞു 10 മാസം ചുമക്കാൻ, ആര് പറഞ്ഞു പ്രസവിക്കാൻ, ആര് പറഞ്ഞു നിങ്ങളെ ഇങ്ങനെയൊക്കെ പോറ്റി വളർത്താൻ എന്നവർ ചോദിച്ചാൽ അതിൽ തെറ്റൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു സമ്മതമില്ലാതെ, അവരുടെ ഒരു ആവശ്യപ്പെടലും ഇല്ലാതെ, നമ്മളുടെ ആഗ്രഹത്തിന് നമുക്ക് മക്കൾ വേണം, അല്ലെങ്കിൽ ഇന്ന സമയത്ത് മക്കൾ വേണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് നമ്മൾ മക്കളെ പ്രസവിച്ചിട്ട് അവസാനം അതിൻ്റെ കണക്ക് ആ കുട്ടികളോട് പറയുന്നതിൽ ശരിക്കും പറഞ്ഞാൽ യാതൊരു കണക്കുമില്ല. അപ്പം പാരൻസ് ഈ ഒരു ഡയലോഗ്, നിങ്ങളെ 10 മാസം നൊന്ത് പ്രസവിച്ചതല്ലേ, നിങ്ങളെയൊക്കെ പോറ്റി വളർത്താൻ ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഡയലോഗൊക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ കുട്ടികൾ തിരിച്ചു ചോദിക്കും, ഞങ്ങളോട് ആര് പറഞ്ഞു, ഈ പറഞ്ഞ പോലെ ആര് പറഞ്ഞു നിങ്ങളോട് നൊന്ത് പ്രസവിക്കാൻ എന്നുള്ള ചോദ്യം നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു അത് കാലാകാലങ്ങളായിട്ട് നടന്ന് വരുന്നൊരു കാര്യമാണ് ഈ ഡയലോഗും ഇതൊക്കെ. അതുപോലെ നമ്മൾ സ്കൂളിൽ പോയിരുന്ന കാലത്ത് ഇത്രയും നടന്നു പോയിരുന്നു, ഇത്രയും കഷ്ടപ്പെട്ടായിരുന്നു പഠിച്ചിരുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ അറിയുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? അതൊക്കെ നമ്മൾ ചോദിക്കുന്നത് നമ്മളുടെ മനസ്സിൻ്റെ വിഷമം കൊണ്ട് നമ്മൾ ചോദിച്ചു പോകുന്നതാണ്. കാരണം ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടാണ് എല്ലാ പേരൻസും അവരവരുടെ മക്കളെ വളർത്തുകയും പഠിപ്പിക്കുകയും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും വാങ്ങിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കുറേ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. അത് ഇന്നത്തെ കാലത്തും അന്നത്തെ കാലത്തും എന്നും എല്ലാ പാരൻസും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. അത് അവരുടെ ഡ്യൂട്ടിയാണ് സത്യം പറഞ്ഞാൽ. മക്കളെ അവരുടെ എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും മാക്സിമം നേടിക്കൊടുത്തിട്ട് മക്കളെ പോറ്റി വളർത്തുക എന്നുള്ളത് മാതാപിതാക്കളുടെ ഡ്യൂട്ടിയാണ്. അവരത് അങ്ങനെ ചെയ്യുന്നവർ ഇഷ്ടമനുസരിച്ച്. ചില പാരൻസ് അങ്ങനെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ പോറ്റുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ നമ്മളതിന് കണക്ക് ശരിക്കും പറഞ്ഞാൽ കുട്ടികളോട് പറയേണ്ട ആവശ്യമേ ഇല്ലെന്നാണ് ഇന്നത്തെ കാലത്ത് തോന്നുന്നത്. പണ്ട് നമുക്കത് വലിയൊരു ഭൂഷണമായിട്ട് നമ്മൾ പറയുമായിരുന്നു, നമ്മളിങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളത്. അപ്പോൾ അന്നത്തെ കാലത്ത് അത്ര സൗകര്യങ്ങളില്ലായിരുന്നു, സ്കൂൾ ദൂരെയായിരുന്നു, എല്ലാ വാഹനങ്ങളില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും നടന്ന് കുറേ ദൂരം സ്കൂൾ, എല്ലാ കുട്ടികളും, ഒരു കുട്ടിയെന്നല്ല എല്ലാ കുട്ടികളും എത്രയോ കിലോമീറ്റർ നടന്നിട്ടും, പിന്നെ ടിഫിൻ ബോക്സ് എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു, ചോറ്റുപാത്രം സ്റ്റീലിൻ്റെ ഉണ്ടായിരുന്നു, ബാഗുകളില്ലായിരുന്നു, കയ്യിൽ പുസ്തകം പിടിച്ചിട്ടായിരുന്നു പോയിരുന്നത്. മഴക്കാലത്ത് ചിലർക്കൊന്നും കുടയില്ലായിരുന്നു, പുസ്തകങ്ങൾ കീറിപ്പറഞ്ഞതായിരുന്നു, ഇഷ്ടംപോലെ മാറ്റിയിടാൻ ഡ്രസ്സുകളില്ലായിരുന്നു, പിന്നെ നല്ല റോഡുകളില്ലായിരുന്നു, ഏതൊക്കെയോ കുന്നും മലയൊക്കെ കയറി ഇറങ്ങിയിട്ടും ചളിയിൽ കൂടി നടന്നിട്ടും പോകുമ്പം പ്രോപ്പറായിട്ടുള്ള ചപ്പലോ അല്ലെങ്കിൽ വേറെ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാതെയാണ് നമ്മൾ സ്കൂളുകളിൽ പോയിരുന്നത്. അത് അന്നത്തെ കാലം. ആ കാലത്ത് നമ്മൾ പഠിച്ചു എന്ന് വെച്ചാൽ അതിന് ഈ കുട്ടികൾ എന്തെങ്കിലും ഉത്തരവാദികളാണോ? കുട്ടികൾ എന്ത് ചെയ്യാനാണ്? ഇപ്പോഴത്തെ കാലത്ത് അതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണ്, ഒരു കുട്ടി എന്നല്ല എല്ലാ കുട്ടികളും അങ്ങനെയാണ്. വീടിൻ്റെ മുറ്റത്ത് വണ്ടി വന്ന് നിൽക്കുന്നു, അതിൽ കയറുന്നു, സ്കൂളിൻ്റെ മുറ്റത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു, പഠിക്കുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായ റൂമും സൗകര്യങ്ങളും കമ്പ്യൂട്ടറും ലൈറ്റ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആ സൗകര്യത്തിലിരുന്ന് അവർ പഠിക്കുന്നു.
അപ്പോൾ നമ്മൾ എന്തിനാണ് ഇതിനൊക്കെ കണക്ക് പറയേണ്ട ആവശ്യം? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സൗകര്യം, അന്നത്തെ കാലത്ത് സൗകര്യം ഇല്ലാണ്ടായപ്പോൾ ഈ കുട്ടികളുടെ തെറ്റാണോ ശരിക്കും പറഞ്ഞാൽ? അപ്പോൾ നമ്മളത് ചിന്തിച്ച് ആ ഒരു ഡയലോഗ് ഇന്നത്തെ പേരൻസ് നിർത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു.